ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യമായി പുതുവത്സരാശംസകൾ നേരുന്നു. 2024 നന്മ നിറഞ്ഞ വർഷമായിരിക്കട്ടെ എല്ലാവർക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ജർമ്മനിയിലെ ഏറ്റവും വലുതും യൂറോപ്പിലെ തന്നെ 4ാമത്തെ വലിയതുമായ എയർപോർട്ടാണിത്. ഈ എയർപോർട്ടിൽ നിന്നും യൂറോപ്യൻ കൺട്രീസിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ്സ് ഉണ്ട്. ആഫ്രിക്കയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും പ്രധാന നഗരങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കിട്ടും. കൂടാതെ കാനഡ, USA മുതലായ പല രാജ്യങ്ങളിലേക്കും ഫ്ലൈറ്റ്സ് ഉണ്ട് ഇവിടെ നിന്നും. ലുഫ്താൻസയുടെ മെയിൻ ഹബ്ബാണ് ഫ്രാങ്ക്ഫർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1. ഇത് ടെർമിനൽ 1ലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. B23, 28ലേക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. ഇവിടെ നിന്നാണ് ടൊറാൻഡോയിലേക്കുള്ള എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. ഞാൻ കണ്ണൂരിൽ നിന്ന് ഇൻഡിഗോ വഴി ചെന്നൈയിലെത്തി. അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയമാണ് എടുക്കുന്നത്. പിന്നെ ലുഫ്താൻസയുടെ ഫ്ലൈറ്റ് ചെന്നൈയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു 10 മണിക്കൂർ നേരെ യാത്രയാണ്. അതിനുശേഷമുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ലുഫ്താൻസയുടെ തന്നെ ടൊറാൻഡോയിലേക്ക് ഒരു 8 മണിക്കൂർ നേരത്തെ യാത്രയാണ്. കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ഏരിയ ഉണ്ട് ഇതിൽ. ഇതുപോലത്തെ ബോർഡുകളുടെ സഹായത്തോടെ നമുക്ക് ഫ്ലൈറ്റ് പുറപ്പെടുന്ന എക്സാക്റ്റ് സ്ഥലത്ത് എത്താൻ പറ്റും. ഇതിൻ്റെ അകത്ത് ധാരാളം ഷോപ്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. എല്ലാ എയർപോർട്ടിലെയും പോലെ ഇത് ഡ്യൂട്ടി ഫ്രീ സാധനം കിട്ടുന്ന ഏരിയയാണ്. ഫ്രണ്ട്സ്, ലോകത്തിൻ്റെ നാനാഭാഗത്തെയും കണക്ട് ചെയ്യുന്ന ഈ എയർപോർട്ടിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
ബൈ ബൈ, സി യു.